കലോത്സവ മുഖ്യവേദിയായ MT നിലയിലാണ് ശ്രീകുമാർ ഉള്ളത്. ശ്രീകുമാർ, എന്തൊക്കെയാണ് അവിടുത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ദീപ, കലോത്സവ നഗരിയിൽ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. രാവിലെ മുതൽ തന്നെ നല്ല തിരക്കായിരുന്നു. ഉച്ചസമയത്ത് അല്പം ആൾ തിരക്ക് കുറവാണെങ്കിൽ പോലും ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ അവധിയ മൂടാണ് എല്ലാവർക്കും. തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ട് ഒഴുകി തുടങ്ങിയിരിക്കുകയാണ്. മത്സരാർത്ഥികളുണ്ട് നമ്മോടൊപ്പം. കോഴിക്കോട് നിന്ന് ഒരു മത്സരാർത്ഥി മോഹിനിയാട്ടമായിരുന്നു അല്ലേ? മോളെങ്ങനെ ഉണ്ടായിരുന്നു പ്രകടനം? എനിക്ക് നന്നായിട്ട് ചെയ്ത പോലെ തോന്നി. എ ഗ്രേഡ് കിട്ടിയ? അറിയില്ല, റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരുന്നേ ഉള്ളൂ. വേറെ ഏതൊക്കെയുണ്ട്? ഇനി ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് ഡാൻസ്. അപ്പം അടിച്ചു പൊളിച്ചു തിരുവനന്തപുരം അല്ലേ? ഓ, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഗ്രൂപ്പ് ഡാൻസിലുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഭാവങ്ങളും ഓക്കെ. നമ്മുടെ പേര് പറഞ്ഞില്ല? ദേവദർശിനി കരു. ദേവദർശിനി. അപ്പൊ ദേവദർശിനെ പോലുള്ള ഒട്ടേറെ മത്സരാർത്ഥികൾ വരുന്നുണ്ട്. അവര് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇതോ നമ്മോടൊപ്പം ദേശഭക്തി ഗാനത്തിൽ മത്സരിച്ച എ ഗ്രേഡ് കിട്ടിയ പ്രൊവിഡൻസ് സ്കൂളിലെ അല്ലേ? സ്കൂളിലെ പ്രൊവിഡൻസ് സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്? ഓരോന്നിനും മെച്ചമായിരുന്നു. നല്ല കോമ്പറ്റീഷൻ. നിങ്ങൾ നല്ല പ്രതീക്ഷ, നല്ല ആത്മവിശ്വാസത്തോടെയാണ്. തിരുവനന്തപുരം എങ്ങനെയുണ്ട്? തിരുവനന്തപുരം അടിപൊളിയാണ്, പക്ഷെ എല്ലാം കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇച്ചിരി ദൂരമായി പോയി. അങ്ങനെ ഈ വേദികൾ തമ്മിൽ അപ്പം ദൂരമായി തോന്നില്ലേ? അപ്പൊ സാരമില്ല, അതൊക്കെ വാങ്ങി ശരിയാവും. ഇനി 5 ദിവസം ഇവിടെ നിൽക്കുക, എല്ലാ പരിപാടികളാണ്. അപ്പൊ നിങ്ങൾ ദേശഭക്തിയാണ് മത്സരിച്ചെങ്കിലും ഇവിടെ വേറൊരു പാട്ട് പാടിയാൽ മതി. അടിച്ചുപൊളി പാട്ട് പാടാവോ? ഏതാണ്? ഓക്കെ ഓക്കെ. അപ്പൊ ഈ പാട്ടോട് നമുക്കൊന്ന് കേൾക്കാം. തേരാ മേരാ ജീവൻ ഏതു കാലക്കേടില്ലാണോ, ലോല വായു പോകാം ലോകം കാണാൻ തേരാ പാര. ഞെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി ഇവിടെത്തി, ചുറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കിട്ടി. ഏ ബനാനെ ഒരു പൂ തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിനാൾ വരണ്ടേ, ആളിരുണ്ടാൽ കയ്യിൽ കായ് വരണ്ടേ. അപ്പം അടിച്ചു പൊളിച്ചല്ലേ? അപ്പം ഈ പാട്ടൊക്കെ പാടിയിട്ട് ഇനിയിപ്പോ എന്താണ് പരിപാടി? നിങ്ങൾ കടക്കാനൊക്കെ പോകുന്നുണ്ടോ? സമയമില്ല, തിരിച്ചു പോകണം. അപ്പൊ എല്ലാ ആശംസകളും. അങ്ങനെ തിരുവനന്തപുരം നിങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും ദൂരദർശൻ പ്രേക്ഷകർ ഈ പാട്ടിലൂടെ നിങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാ ഭാവങ്ങളും നേരിടാൻ എന്തായാലും വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അടുത്ത ബുള്ളറ്റിനിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വരും. അല്പം മുമ്പ് നമ്മോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഒട്ടേറെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഈ നിർദ്ധരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം സൂചിപ്പിക്കേണ്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. എന്തായാലും വരും ബുള്ളറ്റിനുകളിൽ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ കാണാം.